അങ്ങനെ അനുതാപത്തിൻ്റെ നോമ്പുകാലത്തെ പാതി നോയമ്പ് നാം പിന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അന്നേ ദിവസം തൃശ്ശൂർ ഭാഗത്ത് പൊതുവെ കല്ലിൽ ചുട്ടെടുത്ത ഒരു ഇണ്ടേറിയപ്പം ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ 1/2 ഗ്ലാസോളം ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരമുറി തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂണിൽ താഴെ ചെറിയ ജീരകവും 4-5 ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ച് ഒരു പേസ്റ്റ് ആക്കണം. ഇപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾക്ക് ഈ മിശ്രിതം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിലർ പച്ചരി കുതിർക്കാനിടാറുണ്ട്. അത് പച്ചരിയും ഉഴുന്നൊക്കെ ചേർത്തരച്ച് ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കണം. ഇങ്ങനെ വറുത്തെടുക്കുന്ന തേങ്ങാക്കൊത്തിൻ്റെ മണം എന്ന് പറയണത് നമ്മളിൽ പലർക്കും ഗൃഹാതുരത്വത്തിൻ്റെ മണമാണ്. കുട്ടിക്കാലത്തെ നിറം മങ്ങാത്ത പല ഓർമ്മകളുമായിട്ട് നമുക്കതിനെ കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെ തേങ്ങാക്കൊത്തെല്ലാം വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് നമ്മളുടെ ഉഴുന്നും അരിപ്പൊടിയൊക്കെ മിക്സാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ചേർക്കണം. പിന്നീട് പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് അത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇത് അധികം നേരമൊന്നും റെസ്റ്റ് ചെയ്യിക്കാൻ പാടില്ല, പുളിപ്പിക്കാൻ പാടില്ല എന്നാ പറയാം. അപ്പോൾ ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് ഞാനിവിടെ ഒരു 10-15 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചുവന്നുള്ളിയും അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മുടെയൊക്കെ കുട്ടിക്കാല രുചികളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അല്ലേ ഉള്ളി മൂപ്പിച്ച ചോറ്. ഇണ്ടേറിയപ്പത്തിലേക്കുള്ള ഉള്ളി മൂപ്പിക്കുമ്പോൾ അടുക്കള മൊത്തം ആ മണമായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ കറിവേപ്പിൻ്റെ ഇല കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഫ്ലേവർ കിട്ടാനാണേ. ഒപ്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ഇണ്ടേറിയപ്പത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചിട്ട് ഉടനടി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തിൻ്റെയോ ചുവന്നുള്ളിയുടെയോ ഒക്കെ മിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ചുട്ട് കഴിഞ്ഞപ്പോൾ ആദംകുട്ടൻ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അവനത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ടേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇണ്ടേറിയപ്പവും ചുട്ടു, പാതി നോമ്പും പിന്നിട്ടു. ഇനി വലിയ പ്രത്യാശയുടെ ഈസ്റ്ററിലേക്കുള്ള ഒരു കാത്തിരിപ്പാണല്ലേ. എന്നാൽ പിന്നെ അടുത്ത വട്ടം കാണാം കേട്ടോ.